പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മയുടെ കുറച്ച് ചെടി കളക്ഷൻസ് ഒക്കെ കാണിക്കുന്ന കേട്ടോ. ഗാർഡനൊക്കെ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ടല്ല, കുറച്ച് ചെടികൾ സെലക്ട് ചെയ്ത് അത് മാത്രം ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ അന്ന് പെരുന്നാളിന് വന്നപ്പോൾ നോനിപ്പഴമൊക്കെ പറിച്ചായിരുന്നല്ലോ. അതേ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആയി കിടപ്പുണ്ട്, പറിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് അമ്മയുടെ കുറച്ച് ചെടി കളക്ഷൻസൊക്കെ കാണാം. ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിൻ്റെ പേരറിയില്ല. പിന്നെ നമ്മുടെ കോളിസ് പ്ലാന്റ് പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. 2-3 കളറുണ്ട്. ഈ ഒരു കളറ്, പിന്നെ അതേത് അമ്മയ്ക്ക് കോളിസ് പ്ലാന്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുപ്പിയിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കും. അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മ തന്നു വിട്ടാണ് ചെടിയൊക്കെ, പക്ഷേ ഇത് ഞാൻ കളഞ്ഞു കേട്ടോ. പിന്നെ അതേ ഈ ഒരു ടൈപ്പ്, ഈ ഒരു കളറ്, ഇതിങ്ങനെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എൻട്രൻസിൻ്റെ അവിടെയാണ്. ഇങ്ങനെ ഒരു ചട്ടിയിലും കുപ്പിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയ മുഴുവൻ ഈ ഒരു കോളിസ് പ്ലാന്റിൻ്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നിൽക്കുന്ന കാണാൻ. ഇങ്ങനെ ഏത് ചെടിയാണേലും കുറേ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ ഭംഗി കൂടുതൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേന് അത്രയ്ക്ക് നമുക്ക് അതിൻ്റെ ഭംഗി അറിയത്തില്ല. ഒരേ ചെടി തന്നെ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് നല്ല ഭംഗിയാണ്. പിന്നെ അത് ഈ ഒരു ഇലച്ചെടി, ഇതിൻ്റെ ഒന്നും മിക്കതിൻ്റെ എനിക്ക് പേരറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിൽ ഒരു നല്ല പൂവുണ്ടാവുമെന്നാണ് അമ്മ പറഞ്ഞത്. നല്ല ഭംഗിയായിരിക്കും. ഇത് കുഞ്ഞിലയായിരിക്കും, അത് വളരും തോറും ഇലയൊക്കെ വലുതായിട്ട് അതിൽ നല്ലൊരു പൂവുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതിൽ പൂവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം പിന്നെ ഇതൊക്കെ കലാത്തിയ ഇതിൽ പെട്ടതല്ലേ ഈ ചെടിയൊക്കെ. ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അമ്മയുടെ കയ്യിൽ. അതുപോലെ തന്നെ അമ്മയ്ക്ക് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതില്ല, എനിക്ക് വലിയ ആഗ്രഹമായി ഇതൊന്ന് വെച്ച് പിടിപ്പിക്കണമെന്ന്. അപ്പം ഇത് അമ്മയ്ക്കിനി ആയിട്ട് വേണം. പിന്നെ അത് ഈ ഒരു പ്ലാന്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡിസൈനൊക്കെ ആയിട്ട് ഇതൊക്കെ ചട്ടിയിൽ ഇങ്ങനെ കുറേ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ അത് ഈ ഒരു പ്ലാന്റൊക്കെ പണ്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മതിലിനൊക്കെ പകരം ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നത് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. ഇന്നത് ചട്ടിയിലൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര ഭംഗിയാണ്. ഒരു മെറൂൺ കളറിലുള്ളൊരു പൂവുണ്ടാകുന്നൊരു ചെടിയാണ്. വെണ്ടയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ അതിൻ്റെ ഇലയൊക്കെ. പിന്നെ ഇത് ഈ പ്ലാന്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതും ഇങ്ങനെ അടുപ്പിച്ച് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കുഞ്ഞി പൂവൊക്കെ ഉണ്ടാകും കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ഈ ഒരു ഇലച്ചെടി. പിന്നെ ബോൾസൊക്കെ പണ്ട് ഈ ഒരു കളർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റെഡൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതുതന്നെ ബോൾസ് അമ്മ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനും വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു വീഡിയോയിൽ കണ്ട് കാണുമല്ലോ. പിന്നെ ഈ ഇലമുളച്ചി ചെടി അതേപോലെയല്ലേ, അതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല റെഡ് കളറിലൊരു പൂവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ നിൽക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ കലാത്തിയയുടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അത് തന്നെ ഇങ്ങനെ കുറേ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു പ്ലാന്റ് പൂവൊന്നും ഉണ്ടായില്ല, ഇതിങ്ങനെ നിൽക്കും. പക്ഷേ ഇത് നല്ല തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ചെടിയുടെ പോലെ തന്നെ വേറൊരു കളറിലെ കമ്മൽ പോലെ കുറച്ച് പൂവൊക്കെ അതിനിങ്ങനെ കിടക്കയിട്ട് തൂങ്ങി നല്ല ഭംഗിയുണ്ട്. ഇതും കുറച്ചിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വയലറ്റ് ചെത്തിയുടെ തന്നെ പല കളറുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ നിൽക്കുന്നതാണ്. നിറച്ച് പൂവിടും. ഇതിനിങ്ങനെ കുറച്ചായിട്ട് പൂ വരില്ല കേട്ടോ, ഒത്തിരി ഇങ്ങനെ പൂ വരും. കലാത്തിയയുടെ തന്നെ വെറൈറ്റീസ് കുറേ ഉണ്ട്. ഇത് കലാത്തിയല്ല കേട്ടോ, വേറെ ഏതോ ഒരു പ്ലാന്റാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ ഇനി എനിക്ക് കൊണ്ടുവരണം. ഇതൊക്കെ നല്ല തണൽ വേണ്ട ചെടിയല്ലേ. അമ്മ അതെല്ലാം ഷെയ്ഡിലാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ അഗ്ലോണിമ ചെടിയുണ്ട്, അത് ഇങ്ങനെ കുറേ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷനൊന്നും ഇല്ല കേട്ടോ അമ്മയുടെ. ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മ വേറെ ഇതൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഈ ചെടി ഞാൻ ഫസ്റ്റ് കാണുന്ന പോൺസി കിച്ചണിലാട്ടോ. അത് അത്രയും ഭംഗിയെന്ന് മനസ്സിലാകുന്നത്. നല്ല രസമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അവർ ആ മുറ്റത്ത്. നല്ല രസമല്ലേ കാണാൻ. എനിക്കും കൊണ്ടുവരണം അത്. പിന്നെ ഇതൊരു ഇലച്ചെടിയാണെന്ന് ഒക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു അമ്മ തന്നിട്ട്. പക്ഷെ അതിൽ പൂവുണ്ടായി കാണുന്ന ആദ്യം കേട്ടോ. പിന്നെ ഇത് മഞ്ഞച്ചെമ്പരത്തിയാണ്, പൂവുണ്ടായിരുന്നു. നമ്മളത് വിളക്കിനൊക്കെ എടുത്തു. പിന്നെ ഇത് നമ്മുടെ സാധാ റെഡ് അതല്ല കേട്ടോ, വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ക്രോട്ടൺ പ്ലാന്റ്, അതിൻ്റെ 1-2 കളക്ഷൻ എന്തോ ഉള്ളൂ. പിന്നെ പണ്ട് ഈ ഒരു റോസപ്പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ നല്ല തിങ്ങി നിൽക്കുന്ന കട്ടയായിട്ടുള്ള പൂ കിട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കൂടുതൽ. അതിപ്പോൾ അമ്മ അത് കളയാതെ തന്നെ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് വർഷമായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കി കുഞ്ഞുങ്ങളെ ഇങ്ങനെ
വളർത്തിക്കൊണ്ട് വരും കേട്ടോ. പിന്നെ ബൊഗെയിൻവില്ലയുടെ 3-4 കളറുണ്ട് അമ്മയുടെ. ഈ ഒരു യെല്ലോ കളറുണ്ട്, നല്ല ഭംഗിയായിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞി കമ്പാണ്, ചെറിയൊരു കമ്പയിലാണ് ഇതുപോലെ നിറച്ച് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു മഞ്ഞ കളറുണ്ട്, പിന്നെ അതുപോലെ വെള്ളയുണ്ട് കേട്ടോ. വെള്ളയിൽ പൂവായി തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം കുഞ്ഞി കുഞ്ഞി കമ്പുകളാണ്, പക്ഷെ അതിലെല്ലാം പൂവാകുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറിൻ്റെ ഇതിൻ്റെ ഒരു ഇതാണ് നമ്മ ഇവിടെ കൊണ്ട് വെച്ചത്. ഇപ്പം നമുക്കും അതിൽ പൂവൊക്കെ ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു എന്താ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ഒരു കാവി കളറിൻ്റെ, അതിൽ അമ്മയ്ക്ക് പൂവായിട്ടില്ല കേട്ടോ. ഇത് 3ഉമാണ് ഇപ്പം നിറച്ച് പൂ പിടിച്ച് നിൽക്കുന്നത്. നല്ല ഭംഗിയല്ല, നല്ല ശരിക്കും ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമ്മളിനി മതിലൊക്കെ പണിതിട്ട് വേണം ഇനി അവിടെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഈ ബൊഗെയിൻവില്ലയൊക്കെ വെക്കാൻ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ബൊഗെയിൻവില്ല ഒരുപാട് പൂവായിട്ട് ഇങ്ങനെ വലിയതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ ഒരു കുഞ്ഞി പ്ലാന്റ് നല്ല രസമായിട്ടോ, ഒരു വയലറ്റ് കളറിലൊരു പൂവൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.